ഡാനിയൽ അച്ഛനും ഇത് തന്നെ അറിയാം. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പോലും അച്ഛനിത് പോന്നിട്ടുണ്ടെങ്കിൽ ഇതേ അറിവുകൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പൂർണ്ണത്തിന് അച്ഛനുള്ളത്. അച്ഛൻ സംസാരിക്കാൻ ചെയ്ത ഒരാളാണ്. പിന്നെ എന്തുകൊണ്ട് അച്ഛൻ ശരിക്കും അവിടുന്ന് വിട്ടുപോരാത്തത്? അച്ഛനോട് തന്നെ ചോദിക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കുന്നതാണ്. അപ്പം അത്രയും ശരിക്കും പറഞ്ഞാൽ ഇടപെടൽ പുള്ളിയിൽ എത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവമായിട്ട് അത്രയും ശരിക്കും ഒരു ബന്ധം. ഇങ്ങനെ പറയുന്നതല്ലേ നല്ലത്? ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിനുള്ള ബന്ധം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട്, സ്ഥാപനവുമായിട്ടാണ്. അതുകൊണ്ടാണ് അവിടുന്ന് വിട്ടുപോരാൻ പറ്റാത്ത രീതിയിൽ അവിടെ കുടുങ്ങി കിടക്കുന്നത്. ഈ ബന്ധം ദൈവത്തോടുകൂടെ ആയിരുന്നു തീവ്രത എന്നുണ്ടെങ്കിൽ ഇതിനെ നോക്കാതെ പൊട്ടിച്ച് വന്നേനെ, പൗലൂസ് വന്നതുപോലെ. അതാ ഞാൻ പറഞ്ഞു. പുള്ളി ഇപ്പോഴും ശരിക്കും അതിനേക്കാൾ വലുത് ഇതായിട്ട് തന്നെയാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ വന്നിരിക്കുന്നത്. അതായത് ദൈവം എന്നിട്ട് പൂർണ്ണത, ഒരു പൂർണ്ണത അദ്ദേഹത്തിനില്ല. ദൈവാത്മാവിനൊരു പൂർണ്ണത അദ്ദേഹത്തിനില്ല. നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു, നമ്മളൊരു വിശ്വാസിയാണ്, ഒരു ഞായറാഴ്ച വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഒരു കപട വിശ്വാസിയാണ്, ഒരു മതവിശ്വാസിയാണ്. അപ്പം അങ്ങനെ ഒരു മതവിശ്വാസിയുടെ ലെവലിലാണ് പുള്ളി ഇന്ന് അവിടെ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യം. കാരണം പുള്ളിയുടെ സംസാരമൊക്കെ ശരിക്കും എനിക്കറിയാം, ആദ്യം നല്ലൊരു തീഷ്ണതയോടുകൂടിയെല്ലാം ശരിക്കും സംസാരിച്ചു. പിന്നീട് പുള്ളി ശരിക്കും പറഞ്ഞാൽ അച്ഛൻ നേരത്തെ പറഞ്ഞത് അതൊക്കെ മാറി പിന്നെ സഭയുടേതായ കാര്യങ്ങൾ പൊക്കിപ്പിടിച്ചിട്ട് പറയുന്ന ഒരാളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, അതിപ്പോൾ മനോജ് അച്ഛൻ ഒരു കുടുംബജീവിതക്കാരനാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടയ്ക്ക് എനിക്ക് വേറെ നോക്കാനൊന്നുമില്ല. എനിക്ക് മക്കളുടെ പ്രശ്നമൊന്നും അല്ല, എനിക്ക് വാദമൊന്നുമല്ല. പിന്നെ ആകെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഭാര്യ, പിന്നെ അവളെ സംബന്ധിച്ച് എനിക്ക് വേറെ ഇല്ല. അപ്പോൾ ഞാൻ മതത്തിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. അവിടെ നിന്ന് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് താങ്ങി നിൽക്കുന്ന എനിക്ക് ആ ഒരു ഇതില്ല. അപ്പോൾ എനിക്ക് ആരെയും തൃപ്തിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആകെ ഈ പോയി തൃപ്തിപ്പെടുത്താനുള്ള എൻ്റെ ഭാര്യനെ മാത്രമേ ഉള്ളൂ. അവൾ അതിനകത്ത് ശരിക്കും അംഗീകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ മനോജച്ഛനും ഞാൻ കണക്ക് മനോജച്ഛനും ഡാനിയലച്ഛനും വെച്ച് നോക്കുമ്പോൾ മനോജച്ഛന് ദൈവം സ്പർശിച്ചതുപോലെ ഒരു സ്പർശനം ഡാനിയലച്ഛനില്ല. നമുക്ക് ഇന്ന് മുതൽ കൺഫസ് ചെയ്യാം, ഡാനിയലച്ഛന് ഇന്ന് മുതൽ ദൈവിക വെളിപ്പെടൽ ഉണ്ടാകട്ടെ. എല്ലാ അദ്ദേഹത്തെ തടഞ്ഞു വച്ചിരിക്കുന്ന മാനുഷിക ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വന്ന് ജീവനുള്ള ദൈവത്തെ പ്രതി സംസാരിക്കാനായിട്ടുള്ള ആർജവം ആ മനുഷ്യന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഇന്ന് മുതൽ ബ്ലസ് ചെയ്യാം. അതുണ്ടായി വരും. നമ്മൾ ഈ കൺഫസ് ചെയ്യുന്നത് മതി. നമ്മൾ ഈ കൺഫസ് ചെയ്യുന്നത് ചർച്ചിനെ പ്രതിയല്ല, കർത്താവിനെ പ്രതിയാണ്. അതുകൊണ്ട് ഈ കൺഫസ് ചെയ്യുന്നതിനകത്ത് പവറുണ്ട്. സോ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും അദ്ദേഹം പൊട്ടി സ്വതന്ത്രനായിട്ട് കർത്താവിന് വേണ്ടി നിന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് ശക്തി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കൺഫസ് ചെയ്യാം. ഞാനിതാണ് ആഗ്രഹിക്കുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പൗലോസ് ലീഗ ശരിക്കും അങ്ങനെ പൗലോസ് ശക്തമായിട്ട്, അതായത് ഒരു സഭയുടെ എല്ലാ നിയമവശങ്ങളും പാലിച്ച് സഭയെ അനുകരിച്ച് ആ മതത്തെ അനുസരിച്ച് പോകുന്ന ഒരാൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് തള്ളിപ്പറയുകയും യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് തള്ളിപ്പറയുകയും ചെയ്ത ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഇത്ര ധീരതയോടെ പുറത്തിറങ്ങണമെങ്കിൽ ശരിയായ ഒരു സ്പർശനം കിട്ടാതെ പറ്റൂല. അതുപോലെ അല്ല ശരിക്കും ഡാനിയലച്ഛന് വന്നേക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പൗലൂസിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി ചെതുമ്പൽ പിടിച്ചു എന്ന് പറയുന്നതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത്, അദ്ദേഹം കണ്ടുകൊണ്ടിരുന്ന ഒരു വെളിച്ചമുണ്ട്, മതത്തിൻ്റെ യഹൂദ മതം പഠിപ്പിച്ച ഒരു വെളിച്ചമുണ്ട്. ഒരു വെളിച്ചമാണ്, ദൈവിക സങ്കല്പമുണ്ട്, ഒരു വെളിച്ചമാണ്, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഒരു വെളിച്ചമാണ്. അദ്ദേഹം ആ വെളിച്ചം മാത്രം കണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തി, അതിനതീതമായ ഒരു പ്രകാശമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവം എന്ന് പറയുന്ന ആ പുത്രത്വത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്നത് അതുവരെ ദാസത്വത്തിൽ കഴിഞ്ഞ ആ ഒരു അരണ്ട വെളിച്ചത്തെക്കാളും ബഹൃത്തമായ ഒരു വെളിച്ചമായിരുന്നു. ആ ഒരു സത്യത്തെ അദ്ദേഹത്തിന് മനസ്സിലായപ്പം ഇനി എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാതെ അദ്ദേഹത്തിൻ്റെ കണ്ണ് കുരുടായിപ്പോയി. അല്ലാതെ ഈ കണ്ണിൽ കുരുടല്ല. സോ അദ്ദേഹത്തിന് ആ അത്രയും വർഷങ്ങൾ ജീവിച്ച് വന്ന ആ പാറ്റേണിനകത്ത് ഈ ഒരു ആത്മീയ വെളിച്ചം കിട്ടിയപ്പോൾ ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? തപ്പിത്തടയുക, ഇത് ആരെന്നെ വഴി നടത്തും? കാരണം ഇതിനകത്തുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് അറിയത്തില്ല വഴി നടത്താനായിട്ട്. മറ്റേത് ഗമാലിയലുണ്ടായിരുന്നു. ഗമാലിയലിൻ്റെ കാൽക്കീഴിൽ പഠിച്ചതാ, ഏറ്റവും വലിയ പണ്ഡിതനാണ്. സോ അവിടെ വഴി നടത്താൻ ആൾക്കാരുണ്ടായിരുന്നു ആ വെളിച്ചത്തിൽ. പക്ഷെ ഈ വെളിച്ചത്തിനകത്ത് വഴി നടത്താനായിട്ട് ഇന്ന് ജീസസ് കൂടെ ഇല്ല. ഇനി ആരെന്നെ വഴി നടത്തുമെന്ന് തപ്പിത്തടയുക. അപ്പോഴാണ് ദൈവം അനന്യാസിനെ അയക്കുന്നത്. സോ ആ വ്യക്തിയെ അനുസരിക്കുവാനും വിധേയപ്പെടാനും തയ്യാറായപ്പോഴാണ് ഈ അന്ധത മാറി ആ വെളിച്ചത്തിൽ മുമ്പോട്ട് പോകാനായിട്ടുള്ള പ്രചോദനം വഴി തെളിഞ്ഞു വന്നത്. അനന്യാസിനെ കേട്ടതുകൊണ്ട് ഒരാൾ ഒരു അച്ഛനെ പോലെ തന്നെ
അപ്പം മുഖത്തിൽ അച്ഛന് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളിച്ചത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായെങ്കിലും ഈ വെളിച്ചത്തിൽ മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിനെ നയിക്കാൻ ആളില്ലാതെ പോയി. ഇപ്പോഴും ഗമാലിയലുമാരാ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കൺട്രോൾ അവരുടെ കയ്യിലാണ്. സോ ഗമാലിയലിൻ്റെ കൺട്രോളിനെ വിട്ടിട്ട് ഈ വെളിച്ചത്തിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ നിയന്ത്രണം അല്ലെങ്കിൽ വഴികാട്ടൽ അദ്ദേഹത്തിന് ആവശ്യമാണ്. ആ ഒരു സറണ്ടർ അദ്ദേഹത്തിലുണ്ടായ ആ നിമിഷം ദൈവം ഒരു അനന്യാസിനെ അദ്ദേഹത്തിലേക്ക് കണക്ട് ചെയ്യും. അതിപ്പോഴും അദ്ദേഹത്തിന് വന്നിട്ടില്ല. അദ്ദേഹം വചനങ്ങൾ പറയുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ ഒരു കാര്യം നടക്കണില്ല. ഒരു അത്ഭുതം അദ്ദേഹത്തിന് ഒരു അത്ഭുതം ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഇപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ പത്രോസ് അങ്ങനെ ചെയ്തു, പൗലോസ് ഇങ്ങനെ ചെയ്തു, അന്ത്രോസ് അങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ ഡാനിയേലച്ചൻ എന്ത് ചെയ്തു? ഡാനിയേലച്ചൻ ഒരാളെ മാനസാന്തരപ്പെടുത്താനോ അങ്ങനെ കേട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഡാനിയേലച്ചൻ്റെ കൂടെ ശരി ഒരു 10 പേര് ശരിക്കുന്ന അഭിഷേകത്തിൽ വന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. ആ ഡാനിയേലച്ചൻ്റെ ഒരു മതപ്രസംഗം പോലെ ശരി അല്ലൊരു കർസ്മാരിക് ധ്യാനം നയിക്കുന്ന പോലെ കുറേ പ്രസംഗങ്ങൾ പറയും. ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ളതാണ് ഒരു ദൈവിക മകന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതാണ് ദൈവം നോക്കുന്ന റിസൾട്ട്. നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തിന് ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഫലം. അത് അദ്ദേഹത്തിൽ കാണാത്തത് കൊണ്ടാണ് ഇപ്പം അച്ഛൻ മതം വിട്ടു പോകുന്ന ആളാണ്. അച്ഛനൊരു കുടുംബജീവിതക്കാരൻ. എൻ്റെ കുടുംബം എങ്ങനെ പോകും എന്നൊരു ചിന്തയില്ലാതെ അത് ദൈവം പുലർത്തിക്കൊള്ളും എന്നൊരു അടിയുറച്ച വിശ്വാസത്തിലാണ് അച്ഛൻ ഇറങ്ങിപ്പോകുന്നത്. അതാണ് പൗലോസിൻ്റെ ശരിക്കും പറഞ്ഞ ജീവിതത്തുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പോകുന്നത്. എക്സാക്ട്ലി അങ്ങനെയാണ്. അങ്ങനെ ഒരു ടച്ചിങ്, അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഹിന്ദി ദൈവത്തിൽ നിന്ന് ഡാനിയേലിന് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ സമയം പുള്ളി ശരിക്കും ഇറങ്ങൂല്ലേ? എല്ലാ കെട്ടിനെയും പൊട്ടിച്ചിറങ്ങും. പൗലൂസിനെക്കാളും ശക്തനായിട്ട് തീരുമാനം ഇറങ്ങും. ആ ഒരു തിരിച്ചറിവുണ്ടായി അദ്ദേഹം ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ഓക്കെ ആവും. ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ വെച്ചാൽ, കാരണം ഡാനിയേലച്ചൻ പോലെയുള്ള ആളുകൾ വേണം നമുക്ക്. ഉറപ്പായിട്ടും വേണം. കാരണം ഒത്തിരി ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റും. അദ്ദേഹത്തിന് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. സോ ഇത്രയും അദ്ദേഹത്തെ കേൾക്കുന്ന വ്യക്തികളെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനായിട്ടുള്ള ദൗത്യം ദൈവം അദ്ദേഹത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ മതി. അത് മൈക്കിൽ കൂടെ അല്ലെന്ന് മാത്രം. ഞാൻ അപ്പോഴും ശരിക്കും 2 കാര്യത്തിലാണ് ആ പുള്ളി, അതായത് അദ്ദേഹത്തിന് ഇന്ന് കിട്ടുന്ന ആരാധനകളും ബഹുമാനങ്ങളും അദ്ദേഹത്തിന് കിട്ടൂലെന്നൊരു തോന്നൽ ശരിക്കും അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അതായത് കുപ്പായം പോയാലുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ഭയം. കുപ്പായം പോയാൽ ഇപ്പം മനോജ് അച്ഛൻ ഇന്നിപ്പോൾ ഈ സമൂഹത്തിൽ ഇറങ്ങിയ ശരിക്കും പറഞ്ഞാൽ ഏതാണ് ഒരു സാധാരണ മനുഷ്യൻ. മറിച്ച് ഒരു ലോഹിട്ട് വരികയാണെങ്കിൽ എല്ലാവരും അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ഒരാളെ കാണുക വസ്ത്രത്തിലല്ല ആണോ? സോ ആൾക്കാർ പറയുന്ന ഇത് ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അവരുടെ ഹൃദയത്തിൽ നിന്നല്ല ഇത് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി അവർ പഠിച്ചു വെച്ച ഒരു ശൈലിയാണ്. നമ്മൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന പോലെ അല്ലേ, ശൈലിയാണ്. ഒരു അച്ഛനുമായിട്ട് ശരിക്കും ഞാൻ പറയും, ഒരു അച്ഛനുമായിട്ട് എന്നെ സംബന്ധിച്ച് കയറിപ്പോയി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് ശരിക്കും ഞാൻ അത്രയും എൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ മനസ്സും ഒന്നായി തീരണം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഈ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്കുള്ള മാറ്റമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. എനിക്കല്ല, ഞാൻ അച്ഛനും എല്ലാവരുമായിട്ട് ഫ്രീ ആയിട്ട് സ്വന്തം എന്ന രീതിയിൽ. ഇപ്പം അതിനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ മിനിസ്ട്രിയിലുള്ള ശരിക്കും ജ്യോതി അമ്മ, സിസ്റ്റർ ജ്യോതി അമ്മ, പിന്നെ അതുപോലെ സിസ്റ്റർ ജയ, അതുപോലെ അങ്ങനെയുള്ള പോലും പഞ്ചാലി പോലും ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രീ ആണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ഒരു മറയില്ല. അന്ന് ബഹുമാനമുണ്ട്. ബഹുമാനത്തിലൂടെ ഇങ്ങനെ പേടിച്ച് പോകുന്ന ഒരു അതല്ല. എനിക്കത് ഇഷ്ടമുള്ളൊരു കാര്യമില്ല. എന്നെ കാണാൻ ശരിക്കും അങ്ങനെ ഒരു എൻ്റെ പിള്ളേർ എൻ്റെ പിള്ളേർ ശരിക്കും ദേവസു എന്നാണ് എന്നെ വിളിക്കുന്നത്. എന്നെ ഫ്രീ ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഫ്രീ ആണ്. അതുപോലെ എല്ലാവരുമായിട്ട് ഫ്രീ ആകാനാണ് ഞാൻ അച്ഛനെ കാണുമ്പോൾ ശരിക്കും പക്ഷെ അങ്ങനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ശരിക്കും ആ ഒരു ബഹുമാനമല്ല, അതൊരു അഭിനയമായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവരുമായിട്ട് അങ്ങനെ. അപ്പോൾ അതുപോലെ ഈ ഡാനിയേലച്ചനും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ ശരിക്കും ഒരുപാട് ആത്മീയ മക്കൾ
ഉറപ്പായിട്ടും ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അദ്ദേഹത്തിനകത്ത് ആ ഒരു ദൈവിക ഭാവം ഉള്ളത് കൊണ്ട് തന്നെ അത് ഒത്തിരി നാൾ സപ്രസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതൊരു ദിവസം പൊട്ടി വെളിയിൽ വരും. ഈ ജീസസിന് കല്ലറ പൊട്ടി വെളിയിൽ വന്നെന്നൊക്കെ പറഞ്ഞതുപോലെ മൂടി വെക്കാൻ പറ്റില്ല. ആ ദൈവിക ഭാവമുള്ളൊരു വ്യക്തിയെ ഒരു പ്രസ്ഥാനത്തിനും ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് പൊട്ടി വെളിയിൽ വന്നിരിക്കും. കുറച്ച് താമസം എടുക്കുന്നു മാത്രം. പുള്ളിയുടെ ഓരോ ടോക്കുകളും പറ്റി ഭയങ്കര ആധികാരികമായിട്ട് അല്ല. അപ്പം ഞാൻ ചിന്തിക്കുക, അതായത് മനോജച്ചനും ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛനും കൂടി തിരുവനന്തപുരത്താണല്ല. അപ്പം അച്ഛന് തമ്മിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധം ഇല്ലാത്തെന്ന് ഞാൻ മനസ്സിലാലോചിച്ചു. അതാണ് അച്ഛനോട് ചോദിച്ചത്, തിരുവനന്തപുരത്തല്ലേ അച്ഛൻ്റെ വീടെന്ന് ചോദിച്ചത് അതാണ് കൊണ്ടാണ്. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞതിന് ശേഷം നെറ്റ് നോക്കിയപ്പോൾ വട്ടപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ അദ്ദേഹം പോസ്റ്റിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അഡ്രസ്സ് വട്ടപ്പാറ, തിരുവനന്തപുരത്തെ വട്ടപ്പാറയിൽ കിടക്കുന്നത്. ഞാൻ നോക്കട്ടെ, പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. അതല്ല അച്ഛൻ അങ്ങനെ മനോജച്ചനും ശരിക്കും എന്നുള്ള ഈ ഡാനിലച്ഛനും ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം പവറിൽ ശരിക്കും പറഞ്ഞ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ചില അച്ഛന്മാർ പറയുന്നത്, അതായത് ഒരു ചുള്ളിക്കൊമ്പ് നമുക്ക് ഒടിക്കാൻ പറ്റും, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പം ശക്തരായ ആത്മീയരായ മനുഷ്യരുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എനിക്ക് ഈ പറഞ്ഞ അച്ഛന്മാരെക്കാളും കൂടുതൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇപ്പം മെത്രാൻ്റെ അധികാരം കീഴിൽ നിൽക്കുമ്പോൾ ആ മെത്രാനോ മാർപ്പാപ്പയോ പറയുന്നതനുസരിച്ച് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അല്ലേ? മറിച്ച് പിതാവായ ദൈവത്തിനെ ശരിക്കും വിശ്വസിച്ച് ഇറങ്ങിപ്പോറിയുള്ള ആ പിതാവായ ദൈവത്തിൻ്റെ സ്പർശനം കൃത്യമായിട്ട് ഏറ്റാൽ മാത്രമേ അവന് പോരാൻ പറ്റുള്ളൂ. അതായത് ഇങ്ങനെ പറയാം, നമുക്ക് മെത്രാനും പോപ്പും കത്തനാരും ഒക്കെയാണ് ഇപ്പോഴും അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർത്തൃത്വം നടത്തുന്നത് കർത്താവെന്ന് പറയുന്ന ഈ വ്യക്തികളാണ്, പിതാവല്ല. അല്ല എന്നാണോ ഈ കർത്തൃത്വത്തിനകത്തുനിന്ന് പൊട്ടി വെളിയിൽ വന്നാൽ പറയാം അദ്ദേഹമാണ് എൻ്റെ കർത്താവ്. സോ ഈ പറയുന്നത് വെറും വാക്കാകരുത്. എൻ്റെ കർത്താവ് ദൈവം എന്ന് പറയുമ്പോൾ നിയന്ത്രണം ഈ വ്യക്തികളിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് കപടതയാണ്. വെറുതെ ഒന്നും നടക്കൂല അവിടെ, ഒരു അത്ഭുതം നടക്കില്ല, ഒരു മാനസാന്തരം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയുന്നത്. കാരണം യഥാർത്ഥമായ ഒരു വിശ്വാസവും ടച്ചിങ്ങും ശരി, അതായത് ഒരു ചെറുത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ടുള്ള കണക്ഷൻ ശരി വെറുതെ വാഗോട്ട് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അതൊരു ജൽപ്പനം പോലെ ഒരു എന്താ പറയുക, ആധികാരികത. ഇപ്പോൾ പൗലോസ് പറയുന്ന അധികാരത്തോടു കൂടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അത് ക്രൂശിതവനായതിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് അറിയേണ്ടതില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അങ്ങനെ പറയണമെങ്കിൽ ആ വ്യക്തി അവന് ശരിക്ക് പ്രവർത്തിക്കണം ഇല്ലേ? ഇന്ന് ഞാനല്ല, എന്നിൽ വസിക്കുന്ന എൻ്റെ ക്രിസ്തുവാണെന്ന് പറയണമെങ്കിൽ ആ ക്രിസ്തു അവൻ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തോട് മാത്രമേ അവന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ, അത്ര പവർ ഉണ്ടെന്ന് എനിക്കറിയാം ഈ അച്ഛനെ കുറിച്ച്. പക്ഷെ അപ്പോഴും ശരിക്കും ഞാൻ അച്ഛനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് അച്ഛനെ സംബന്ധിച്ച് ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ ശരി വേറൊരു വരുമാനം. ഇപ്പം നമുക്ക് പറയാം, അയ്യോ ഞാൻ എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ഫാമിലി ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്ക് ഒരിക്കലും ശരി ജീവിതത്തിൽ പോകാൻ പറ്റുന്നില്ല. പക്ഷെ ഡാനിയൽ അച്ഛനെ കുറിച്ച് അങ്ങനെ സംഭവമില്ല. ഉണ്ട്, അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ല, അച്ഛൻ ഒരു ഏകനാണ്. തീർച്ചയായിട്ടും അച്ഛന് പോരാൻ പറ്റും. പക്ഷെ അച്ഛനെ പോലുള്ള ആളുകൾ വരികയാണെങ്കിൽ ഒരുപാട് ഇന്ന് ഈ മതത്തിനകത്ത് ഒരുപാട് വിപ്ലവം നടക്കും. മതം പൊട്ടിപ്പോകും. അതെൻ്റെ ഒരു പ്രവചനം കൂടെയാണ്. ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ ക്രിസ്തീയ മതം എന്ന് പറയുന്ന മതം ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ മക്കൾ മാത്രം അടങ്ങുന്ന ഒരു സഭാവിഭാഗമായിട്ട് ഇത് പരിണമിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലേബൽ അറിയില്ല. ആർസിക്കാരൻ, ലാറ്റിൻ കാത്തലിക്, CSI-കാരൻ, മർത്തോമാക്കാരൻ, പെന്തിക്കോസുകാരൻ ഇങ്ങനെ പറയാൻ ഇട വരില്ല. ഞാൻ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള ലേബൽ മാത്രമേ പിന്നെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഈ മതം പൊട്ടി അതിനകത്തുനിന്നൊരു ദൈവപ്രവൃത്തിയിലേക്ക് വരും. അത് ഈ യേശുവിനെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ ഇത് എൻ്റെ ഒരു പ്രവചനമാണ്. ഒരു ദൈവമകൻ എന്നുള്ള നിലയിൽ, മനോജിൻ്റെ പ്രവചനമല്ല, ഒരു ദൈവമകൻ എന്നുള്ള നിലയിൽ യെശയ്യാവ് പ്രവചിച്ചതുപോലെ, ഇരമ്യാവ് പ്രവചിച്ചതുപോലെ, സെഖര്യാവ് പ്രവചിച്ചതുപോലെ ഞാൻ പ്രവചിക്കുകയാണ്. ഈ മതവ്യവസ്ഥകളെല്ലാം പൊട്ടി ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്ന മാത്രം ഒരു ലേബലിൽ ഒരു
കമ്മ്യൂണിറ്റി വരും. അങ്ങനെ അവരുടെ മുമ്പിൽ ലോകം സല്യൂട്ട് ചെയ്യും.